എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവം നമ്മളെ എത്ര മാത്രം സ്നേഹിച്ചു എന്നും ദൈവസ്നേഹത്തിൻ്റെ അനുപമമായ ഡെമോൺസ്ട്രേഷനായിരുന്നു കാൽവരി ക്രൂശിലെന്നും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ സമാധാനമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നവരായിത്തീരുമെന്നും ദൈവസ്നേഹം എന്താണെന്നും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ മനുഷ്യർ അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കും എന്നാണ് ഇന്ന് ചിന്തിക്കുന്നത്. 1 ശമൂവേൽ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രത്യേകമായ വ്യക്തിയുടെ കഥ ദാവീദുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ദാവീദ് രാജാവായി കഴിഞ്ഞ ശേഷം തനിക്ക് മുമ്പുണ്ടായിരുന്ന ശൗൽ രാജാവിൻ്റെ മകൻ യോനാഥാൻ്റെ കൊച്ചുമകൻ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തുകയാണ്. യുദ്ധത്തിൽ ശൗലിൻ്റെ എല്ലാ മക്കളും അവരുടെ കുടുംബം വേരോടെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശേഷം, സ്ഥാനാരോഹണത്തിന് ശേഷം തന്നെ രാജാവാക്കാനും സഹായിച്ച അദ്ദേഹത്തിൻ്റെ മകൻ യോനാഥാനോടുള്ള സ്നേഹം കൊണ്ട് ഇനിയും ആരെങ്കിലും ആ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ദാവീദ് രാജാവ്. 1 ശമൂവേൽ 9:7 നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറയുകയാണ്. ഈ കഥാപാത്രത്തിനെ കണ്ടെത്തിയ ശേഷം ദാവീദ് രാജാവ് ആ വ്യക്തിയോട് പറയുന്നു, നീ എല്ലാ ദിവസവും എൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. രാജാവിൻ്റെ മേശയിൽ നിന്ന് രാജാവിനോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഈ വ്യക്തിക്ക് ദാവീദ് രാജാവ് നൽകുകയാണ്. എന്തുകൊണ്ടായിരിക്കണം ദാവീദ് ഇങ്ങനെ ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നത്? 1 ശമൂവേൽ 9:7 ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ് ദാവീദ് രാജാവ്. ദാവീദിൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ മകനെ അന്വേഷിക്കുകയാണ്. ശൗൽ രാജാവിന് ദാവീദിനോട് വളരെ അസൂയ തോന്നുകയും ദാവീദ് രാജാവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കത്തക്ക വിധത്തിൽ അസൂയ നിറയുകയും ചെയ്തു. ഒരിക്കൽ ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുന്തമെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഒരിക്കൽ ദാവീദ് രാജാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ശൗൽ രാജാവിൻ്റെ മകൾ മീഖൾ ഒരു കുട്ടയിലിറക്കി ജനാലയിലൂടെ ദാവീദിനെ രക്ഷപ്പെടുത്തി അയക്കുന്നുണ്ട്. ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ ദാവീദിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ദാവീദിൻ്റെ ശൗലിൻ്റെ കൊച്ചുമകനായ ഒരു വ്യക്തിയെ കണ്ടെത്തുകയാണ്. അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ച് കണ്ടെത്തുകയാണ് ദാവീദ് രാജാവ്. അന്ന് രാജാവ് ഏറ്റവും പാവപ്പെട്ടവനാണ് ഈ മനുഷ്യൻ. ഈ തിരഞ്ഞ് കണ്ടെത്തുന്ന മനുഷ്യൻ ഇന്ന് പാവപ്പെട്ടവനാണ്. കാരണം അവന് രാജ്യത്തിൻ്റെ യാതൊരു ഇതുമില്ല. 2 കാലും മുടന്തനായ ഒരു മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹം ദാസിയുടെ വീട്ടിൽ കഴിയുകയാണ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനോടാണ് രാജാവ് പറയുന്നത്, നീ എൻ്റെ മേശയിൽ നിന്ന് അത്താഴം കഴിക്കും. ഒന്നാമത് അവൻ പാവപ്പെട്ടവനാണ്, രണ്ടാമത് അവൻ മുടന്തനാണ്, 2 കാലും ഉപയോഗിക്കാൻ കഴിയാത്ത ആളാണ്. ഇനിയും ദാസിയുടെ വീട്ടിൽ, അന്ന് അവനെ പരിചരിച്ചിരുന്ന ഒരു സേവകയുടെ വീട്ടിലാണ് ഇന്ന് അയാൾ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് രാജാവ് വിളിച്ചു പറയുന്നത്, നീ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. 2 ശമൂവേൽ 4:14 ശൗലിൻ്റെ മകനായ യോനാഥാന് 2 കാലും മുടന്തനായിട്ടൊരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്നും ശൗലിൻ്റെയും യോനാഥാൻ്റെയും വർത്തമാനം എത്തിയ സമയത്ത് ദാവീദിന് കിട്ടുന്ന അറിവാണ്, ശൗലിൻ്റെ മകനായ യോനാഥാന് 2 കാലും മുടന്തുള്ള ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ്. അവൻ 5 വയസ്സായിരുന്നു യുദ്ധം നടക്കുമ്പോൾ. ആ യുദ്ധസമയത്ത്
അപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി, പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. ഓടിപ്പോകുന്ന വഴിയിൽ അവൻ വീണ് അവൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയി. അവൻ്റെ പേര് മെഫിബോശത്ത് എന്നു പേർ. ഇതാണ് ഇത് ശൗലിൻ്റെ കൊച്ചുമകൻ യോനാഥാൻ്റെ മകൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ വിളിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് തൻ്റെ മേശയിൽ കഴിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയ മനുഷ്യനാണ്. അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ബാല്യകാലത്ത് മാതാപിതാക്കളിൽ നിന്ന്, അവൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവം എങ്ങനെയാണ് തന്നെ സ്നേഹിച്ചതെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് ദാവീദ് രാജാവ്. ഒളിവിൽ താമസിക്കുന്ന സമയത്തെല്ലാം ദൈവം എങ്ങനെ കരുതി, ദൈവം എങ്ങനെ സംരക്ഷിച്ചു, ദൈവം എങ്ങനെ ആഹാരം കൊടുത്തു, ദൈവം എങ്ങനെ അവനെ കരുതി, ഇതൊക്കെ ദാവീദിൻ്റെ ജീവിതത്തിൽ അറിയുന്നത് കൊണ്ട് അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കുമ്പോൾ, അവൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാക്കുന്ന ആളുകളായി നമ്മൾ മാറുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹമുള്ളവരായി മാറും. കർത്താവ് പറഞ്ഞു, നീ നിൻ്റെ ശത്രുക്കളെയും സ്നേഹിക്കണം. ദാവീദ് രാജാവായി മാറിയപ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് തന്നെ കൊല്ലാനായിട്ട് പ്ലാനിട്ട് വേട്ടയാടിയ രാജാവിൻ്റെ ബന്ധത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. നമ്മളാണെങ്കിലോ അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചു പൊറുപ്പിക്കുമോ? എങ്ങനെ പക കാണിക്കാമെന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? എങ്ങനെ ദേഷ്യം കാണിക്കാം എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ദാവീദ് പറയുന്നു, അവൻ്റെ മക്കൾ ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അവനെ സംരക്ഷിക്കും. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ ദൈവത്തെ പകച്ചു, നമ്മൾ ദൈവത്തെ വേണ്ടാന്ന് വെച്ചു, ദൈവത്തെ നിസ്സാരവൽക്കരിച്ചു, നമുക്ക് ദൈവം റെലവൻ്റ് അല്ലെന്ന് തോന്നി, നമുക്ക് ദൈവത്തെ അതിൻ്റെ പ്രാധാന്യത്തോടെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൻ നമ്മളെ സ്നേഹിക്കുന്നു, എങ്കിലും അവൻ നമുക്ക് വേണ്ടി മരിച്ചു, എങ്കിലും അവൻ സ്വർഗത്തിൻ്റെ മഹിമകളെ വെടിഞ്ഞു, എങ്കിലും അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു, എങ്കിലും അവൻ നമ്മുടെ പാപത്തെ ക്ഷമിച്ചു. ഇപ്പോഴും അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്തിനാണ്? അവൻ്റെ ഒപ്പം അത്താഴം കഴിക്കുവാൻ. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കും. ആരെങ്കിലും എന്നെ അനുസരിക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊപ്പം നിത്യം ജീവിക്കാൻ ഞാൻ അവരെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോകും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ അതിന് യോഗ്യതയുള്ളവരല്ല. നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ദൈവത്തെ അറിയാതെ പോയിട്ടുണ്ട്, നമ്മൾ ദൈവത്തെ തിരസ്കരിച്ചിട്ടുണ്ട്, നമുക്ക് ദൈവം റെലവൻ്റ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് മേശ ഒരുക്കും, ഞാൻ നിന്നോട് കൂടെ അത്താഴം കഴിക്കും. ഈ പറയുന്ന ശൗലിൻ്റെ കൊച്ചുമകൻ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാകുക? ഓ, രാജാവിന് ശത്രുതയായിരിക്കും. എൻ്റെ വല്യച്ഛൻ ദാവീദിനോട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ദാവീദിനറിയാം. എൻ്റെ പേര് പറഞ്ഞു കൊടുക്കരുത്, എന്നെ കാണിച്ചു കൊടുക്കരുത്, എന്തിനാണ് ഈ പട്ടാളക്കാരെന്നെ തിരഞ്ഞു വരുന്നത്? ഞാൻ എവിടെയെങ്കിലും ഒളിച്ചു ജീവിച്ചോട്ടെ എന്നായിരിക്കണം ഈ ചെറുമകൻ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ദൈവം തിരഞ്ഞു വന്നത് പക പോക്കാനല്ല, ദൈവം തിരഞ്ഞു വന്നത് ശിക്ഷിക്കാനല്ല, ദൈവം തിരഞ്ഞു വന്നത് വേദനിപ്പിക്കാനല്ല.
ഇന്ന് പലപ്പോഴും ദൈവത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ചിത്രം അങ്ങനെയാണ്. ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്, ദൈവം കൊല്ലുന്ന ദൈവമാണ്, ദൈവം കാർക്കശ്യക്കാരനാണ്. തീർച്ചയായും ദൈവം അങ്ങനെയാണ് അവനെ അനുസരിക്കാത്തവരെക്കുറിച്ച്. എന്നാൽ അവനെ സ്നേഹിക്കുന്നവർക്ക്, അവനെ അനുസരിക്കാൻ മനസ്സുള്ളവർക്ക്, അവൻ്റെ വിളി കേൾക്കുന്നവർക്ക് ദൈവം അങ്ങനെയല്ല. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്, അവൻ കരുതുന്ന ദൈവമാണ്, അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്, അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്, അവൻ സംരക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് നമുക്ക് തിരിച്ചറിയേണ്ടുന്നത്. മുടന്തനായ, അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ, ദാസിയുടെ വീട്ടിൽ കഴിയുന്ന, പട്ടിണിയിൽ കഴിയുന്ന ആ മനുഷ്യനെ ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഈ ശത്രുവിൻ്റെ കൊച്ചുമകനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പോറ്റി വളർത്തി നേരെ ആക്കിക്കൊണ്ടുവന്നാൽ ഒരു പക്ഷെ നാളെ ഇയാൾ എനിക്കെതിരെ ശത്രു ഉണ്ടാക്കിയാലോ, പടയുണ്ടാക്കിയാലോ, കാരണം അവൻ രാജവംശത്തിൽപ്പെട്ട ആളാണ് എന്ന് സംശയിക്കാമായിരുന്നു ദാവീദിന്. പക്ഷെ ദാവീദ് അത് ചെയ്തില്ല. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഓർക്കുകയില്ല. നിങ്ങളുടെ പാപങ്ങൾ സമുദ്രത്തിൻ്റെ അഗാധതയിൽ ദൈവം ഇട്ടുകളയുന്നു. ഇനി അത് തിരിച്ചു വരികയില്ല. നമ്മളോട് എന്നേക്കുമായി ക്ഷമിക്കുന്ന ദൈവം, നമ്മളെ എന്നേക്കുമായി കരുതുന്ന ദൈവം, നമ്മളുടെ കുറവുകളെ കണക്കിടാത്ത ദൈവം, ഇത്ര വലിയ സ്നേഹത്തെ കിട്ടാൻ യോഗ്യതയില്ലാത്ത എന്നെ ദൈവം വിളിച്ചു കൊണ്ടുപോയി അവൻ്റെ മേശയിൽ ഒപ്പം ഭക്ഷണം കഴിക്കാൻ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നു. ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ലെന്ന് പറയുന്നത് ദാവീദിൻ്റെ ഈ കൊച്ചുമകനാണ് യോനാഥാൻ. മൊഫീബോശത്തെ, രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്നെപ്പോലെ ദാവീദിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോകുന്നു എന്ന് പിന്നീട് ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുകയാണ്. 2 ശമൂവേൽ 9:11. മെഫീബോശത്തെ, രാജകുമാരന്മാരിൽ ഒരാളെപ്പോലെ അവിടെ കഴിയുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, ആ പ്രയോഗം വളരെ അർത്ഥവത്താണ്. രാജകുമാരന്മാരിൽ ഒരാളെപ്പോലെ. ഈ മനുഷ്യനെ ശൗലിൻ്റെ കൊച്ചുമകൻ എന്ന നിലയിലല്ല, അശരണനായ ഒരു മനുഷ്യൻ എന്ന നിലയിലല്ല, പാവപ്പെട്ട മനുഷ്യൻ എന്നുള്ള സഹതാപത്തിലല്ല, തരയ്ക്ക് കീഴ്പ്പ് തളർന്നു പോയ ഒരു ദീനനായ മനുഷ്യൻ എന്ന നിലയിലല്ല. ദാവീദിൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ ദൈവം നടത്തി, അവനെ സംരക്ഷിച്ചു, കണ്ടു. ദൈവം നമ്മളെ ദയയിലല്ല, സഹതാപത്തിലല്ല, ദൈവം നമ്മളെ ഏതെങ്കിലും അവൻ്റെ ദൈന്യതയിലോ സഹതാപത്തിലോ അല്ല ദൈവം സ്നേഹിക്കുന്നത്. അവൻ നമ്മളെ സ്നേഹിക്കുന്നത് അവൻ്റെ മകനായിട്ടാണ്, അവൻ്റെ മകളായിട്ടാണ്. അങ്ങനെയാണ് ദൈവം നമ്മളെ കരുതുക, അങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുക. എത്ര വലിയ പദവിയാണ്, എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ കരുതലാണ്. നമ്മളും ദൈവത്തെ വിട്ട് ഓടിപ്പോയവരാണ്, അവൻ്റെ സ്നേഹത്തെ പകച്ചു പോയവരാണ്. ഇവൻ എന്നെ സ്നേഹിക്കുന്നത് എന്നെ വേദനിപ്പിക്കാനാണ്, എന്നെ ചതിക്കാനാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ കെടുത്തിക്കളയാനാണ്, ഞാൻ ഇന്ന് വരെ ആസ്വദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാനാണ് ദൈവം എന്നെ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ദൈവത്തിൽ നിന്ന് ഓടി മറയാൻ ശ്രമിച്ചവരാണ് നമ്മൾ. പക്ഷെ അവൻ നമ്മളെ തേടി വന്നത് അതിനു വേണ്ടിയിട്ടല്ല. അവൻ്റെ കൊട്ടാരത്തിലെ രാജകുമാരനായി അവൻ്റെ മേശയിൽ നിന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള അവകാശമാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ സ്നേഹത്തിന്, ഈ കരുണയ്ക്ക് നമ്മൾ യോഗ്യതയുള്ളവരല്ല. എങ്കിലും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, അവൻ നമ്മളെ കരുതുന്നു. അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ പുത്രനായി, അവൻ്റെ രാജകുമാരനോടൊപ്പമായിരിക്കാൻ അവൻ നമ്മളെ ക്ഷണിക്കുകയാണ്. ആ സ്നേഹം ഓർത്ത് ദാവീദ് കരയുന്നു. കാരണം യോനാഥാൻ ദാവീദിനെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. യോനാഥാൻ്റെ പിതാവ് ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലാൻ ഓടിക്കുമ്പോഴും യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചിരുന്നു.
അവർ തമ്മിലുള്ള സൗഹൃദം ഈ ലോകത്തിലെ ഏറ്റവും നല്ല സൗഹൃദത്തിൻ്റെ മാതൃകയാണ് ജോനാഥാനും ദാനിയേലും തമ്മിലുള്ള വലിയ സ്നേഹം. ദാവീദ് ഈ മകനെ കണ്ടപ്പോൾ യോനാഥാൻ്റെ സ്നേഹത്തെ ഓർത്ത് കരയുകയാണ്. യോനാഥാനെ, എൻ്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. യോനാഥാനെ, എൻ്റെ സഹോദര, ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ ദൈവം സഹോദരനെ പോലെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം എന്നേക്കും സ്നേഹിക്കുന്നു. നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ കളഞ്ഞിട്ട് പോകുന്നതല്ല ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ സ്നേഹിക്കാതിരിക്കുമ്പോൾ മറന്നു പോകുന്നതല്ല ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് ലോകത്തിൻ്റെ സ്നേഹം അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കും. അങ്ങനെയല്ലേ? നിങ്ങൾ എന്നോട് എങ്ങനെ വർത്താനം പറയുന്നു അതുപോലെ ഞാൻ നിങ്ങളോട് വർത്താനം പറയും. നിങ്ങൾ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ ഞാൻ സ്നേഹിക്കും. അതിൽ കൂടുതലൊന്നും എന്നെ സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റൂല കേട്ടാ. ഇതാണ് നമ്മളുടെ ഒരു ലൈൻ. പക്ഷേ കർത്താവ് പറയുന്നു, കർത്താവ് അങ്ങനെയല്ല. നമ്മൾ സ്നേഹിച്ചില്ലെങ്കിലും അവൻ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ ഓടിപ്പോയാലും അവൻ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ അവനെ ഉപേക്ഷിച്ചാലും അവൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി നിലനിൽക്കുന്നു. അവനെ സ്നേഹിക്കുന്നവരെ അവൻ സഹോദരതുല്യം സ്നേഹിക്കുന്നു. യോനാഥാനെക്കുറിച്ച് പറയുന്നു, യോനാഥാനെ, എൻ്റെ സഹോദര. ദാവീദ് ദൈവത്തിൻ്റെ മാതൃകയാണ്. ദാവീദ് പറയുന്നു, എൻ്റെ സഹോദര ജോനാഥാനെ, ഞാൻ നിന്നെ ഓർക്കുന്നു. ഞാൻ നിന്നെ ചൊല്ലി ദുഃഖിക്കുന്നു. ഇന്ന് നീ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയതിൽ ഞാൻ വേദനിക്കുന്നു. നിൻ്റെ സൗഹൃദം നഷ്ടപ്പെട്ടു പോയതിൽ ഞാൻ വേദനിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ വേദനിക്കുന്ന ദൈവം, നമുക്ക് നിത്യജീവൻ ഇല്ലാതെ പോയാൽ സങ്കടപ്പെടുന്ന ദൈവം, നമുക്ക് രക്ഷ കിട്ടാതിരിക്കുന്നതിൽ വിഷമിക്കുന്ന ഒരു ദൈവം. എന്നിട്ട് പറയുന്നു, നീ എനിക്ക് അതിവത്സലനായിരുന്നു. In English, your love for me was wonderful. നിനക്ക് എന്നോടുള്ള സ്നേഹം അതിശയകരമായിരുന്നു യോനാഥാനെ. നിൻ്റെ സ്നേഹത്തിന് ഞാൻ എങ്ങനെയാണ് പ്രതിവചിക്കുക എന്നാണ് ദാവീദ് രാജാവ് ചോദിക്കുന്നത്. നീ അതിവത്സലനായിരുന്നു, നീ എനിക്ക് വാത്സല്യവനായിരുന്നു. പ്രിയ സ്നേഹിത, നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം, ദൈവത്തെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകാം, നീ ദൈവത്തെ സംശയിച്ചിട്ടുണ്ടാകാം, നീ ദൈവത്തെ പകച്ചിട്ടുണ്ടാകാം, നീ ഈ ദൈവം റിയൽ അല്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ നീ ഒരിക്കൽ അവനെ സ്നേഹിച്ചു നോക്കിയാൽ അവൻ നിന്നെ അതിവത്സല്യമായി സ്നേഹിക്കുന്നവനായി കാണും. അവൻ നിന്നെ സഹോദരനായി കാണും. യോനാഥാനെ ദാവീദ് കണ്ടതുപോലെ പ്രതിസന്ധികളിൽ ദൈവം അവന് കാവലായി വന്നു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു, ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ട് ശൗലിൻ്റെ മകൻ, കൊച്ചുമകൻ, യോനാഥാൻ്റെ മകൻ പറയുന്നു, രാജാവേ, ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല, നിൻ്റെ ഈ സ്നേഹത്തിന് ഞാൻ യോഗ്യനല്ല. കർത്താവേ, നിൻ്റെ സിംഹാസനത്തിൽ, നിൻ്റെ രാജ്യത്തിൽ വന്ന് നിന്നോടൊപ്പം അത്താഴം കഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. എങ്കിലും നീ എന്നെ സ്നേഹിച്ചു. നിൻ്റെ സ്നേഹം എന്നെ യോഗ്യനായി തീർക്കും. എനിക്ക് ആ യോഗ്യതയില്ലെങ്കിലും എൻ്റെ സ്നേഹം എന്നെ യോഗ്യതയുള്ളതാക്കി തീർക്കും. ഇത് ശൗലിൻ്റെയും ദാനിയേലിൻ്റെയും ഒക്കെ കാര്യം മാത്രമല്ല. ഹിസ്കിയ രാജാവിനോട് പറയുന്നു, നീ മരിക്കത്തക്ക രോഗം പിരിവിട്ടിരിക്കുന്നു, നീ മരിച്ചു പോകും, നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറയുമ്പോൾ ഹിസ്കിയാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ഹിസ്കിയാവിന് 15 വർഷം നീട്ടിക്കൊടുത്തു, ആയുസ് കൊടുത്തു. പ്രിയ സ്നേഹിത, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കും. നിങ്ങളുടെ രോഗത്തിന് അവൻ സൗഖ്യം തരും, നിങ്ങളുടെ ആയുസ് അവൻ നീട്ടിത്തരും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവൻ മാറ്റും. എല്ലാത്തിനേക്കാൾ ഉപരി അവൻ നിങ്ങളെ ദൈവരാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കി തീർക്കും. നമ്മൾ ഒരു യോഗ്യതയും ഇല്ലെങ്കിലും അവനോടൊപ്പം അത്താഴം കഴിക്കുവാൻ, അവനോടൊപ്പം എന്നും ജീവിക്കുവാൻ നമ്മളെ അവൻ സഹായിക്കും. ഇന്ന് ഈ ലോകത്തിൻ്റെ പ്രധാനമന്ത്രിമാർക്കോ
മറ്റു വലിയ VIP-കൾക്കോ ഒപ്പം സഞ്ചരിക്കാനും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നമുക്ക് അവകാശമില്ല. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ കൂടാരം നിങ്ങൾക്ക് വേണ്ടി പണിയാൻ പോകുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായപ്പോൾ ദൈവം ഒരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിയെയും കുറിച്ച് വ്യസനിച്ചിരിക്കവേ അവനെ കല്ലെറിയണമെന്ന് ദാവീദിനെക്കുറിച്ച് വിചാരിച്ചപ്പോൾ യഹോവ അവന് കാവൽ നിന്നു. നീ എന്നാൽ മതിൽ ചാടിക്കടക്കുമെന്ന് പറഞ്ഞു ദാവീദിനോട്. എൻ്റെ ശക്തിയാൽ നീ മതിൽ ചാടിക്കടക്കും. പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും മതിലുകൾ ഉണ്ടെങ്കിൽ, അവൻ്റെ സ്നേഹം നമുക്കുണ്ടെങ്കിൽ അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഞാൻ നിന്നാൽ പടക്കൂട്ടത്തിൻ്റെ നേരെ മതിൽ ചാടിക്കടക്കും. ദാവീദിന് ദൈവം കൊടുത്ത ഉറപ്പാണത്. ദൈവത്തിൻ്റെ സഹായത്താൽ ഇന്നിൻ്റെ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാനാകും. ദൈവത്താൽ അയോഗ്യനായ എന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ഞാനും ഒരിക്കലും യോഗ്യതയില്ലാത്തവനാണ്. പക്ഷേ കർത്താവ് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നെയും തിരഞ്ഞെടുത്തുപയോഗിക്കുന്നു. ദൈവം നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. പ്രിയ സ്നേഹിത, നിങ്ങൾ എത്ര കുറവുള്ളവരാണെന്ന് ചിന്തിച്ചാലും, ആരാലും ഉപേക്ഷിക്കപ്പെട്ടവരാണെന്ന് വിചാരിച്ചാലും, ആർക്കും വേണ്ടാത്തവരാണെന്ന് വിചാരിച്ചാലും, നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് വിചാരിച്ചാലും, നിങ്ങളവനെ സ്നേഹിക്കുമെങ്കിൽ അവൻ നിങ്ങളെ സഹോദരനായി സ്നേഹിക്കും. അവൻ നിങ്ങളോട് കരുണ കാണിക്കും. അവൻ്റെ ഭവനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അവനോടൊപ്പം അത്താഴം കഴിക്കുവാൻ നമുക്ക് അവസരം തരും. അവൻ നമ്മളെ ക്ഷമിക്കും. അവൻ നമ്മളെ കരുതും. അവൻ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ആ സ്നേഹത്തിന് ഞാൻ യോഗ്യതയുള്ളവനല്ലെങ്കിലും അവൻ നമ്മളെ അവൻ്റെ ത്യാഗത്താൽ, അവൻ്റെ സ്നേഹത്താൽ നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർക്കും. പ്രിയ സ്നേഹിത, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, എനിക്ക് ആ വലിയ കരുണ ലഭിക്കാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും നിൻ്റെ സ്നേഹത്താൽ, നിൻ്റെ കരുതലാൽ, നിൻ്റെ ത്യാഗത്താൽ ഞാൻ നിന്നോടൊപ്പമായി തീരും. കർത്താവേ, എൻ്റെ ജീവിതം അതിനായി സമർപ്പിക്കുന്നു. നീ ദാവീദിലൂടെ ശൗലിൻ്റെ യോനാഥാൻ്റെ മകനെ സംരക്ഷിച്ചതുപോലെ എന്നെ നിൻ്റെ ആലയത്തിൽ, നിൻ്റെ പുതിയ രാജ്യത്തിൽ ചേർക്കണമല്ലോ. നന്ദി കർത്താവേ, നിൻ്റെ വലിയ സ്നേഹത്തിന്, നിൻ്റെ വലിയ ത്യാഗത്തിന്, നിൻ്റെ വലിയ സംരക്ഷണത്തിന്. അതിൻ്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, സമർപ്പിക്കുന്നു. അങ്ങനെ സ്വീകരിക്കണമേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് എഴുതി അറിയിക്കുക ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചു എന്ന്. പ്രിയപ്പെട്ടവർക്ക് കൂടെ ഈ സന്ദേശങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക. കൂടുതൽ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെ ഇവിടെയായി കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.